നമസ്കാരം, ഞാൻ ധന്യ. സേഫ് ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഉള്ളത് യൂട്യൂബിൽ 1.17 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് മുകളിലുള്ള ഓൾറൗണ്ട് കൺസ്ട്രക്ഷന്റെ ലത്തീഫാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ലത്തീഫിന്റെ ജീവിതകഥയും അനുഭവകഥയുമാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായത്. അപ്പൊ എന്തായാലും അതിന്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും നേരം കളയേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബ് കല്യാണം കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് എങ്ങനെയാ വർഷം ഇപ്പൊ ഒരു 5 കൊല്ലായല്ലോ. 5 കൊല്ലായി. നമ്മള് വേറെ ആപ്പുണ്ട്. നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അന്ന് ഇപ്പൊ യൂട്യൂബ് ഒരു ദിവസം കൊണ്ട് 50-60 ചാനൽ ഓരോ ദിവസം ഇങ്ങനെ പുതിയ വന്നുകൊണ്ടിരിക്കില്ലേ. ഞാൻ തുടങ്ങിയ സമയത്ത് ഇവിടെ യൂട്യൂബ് അങ്ങനെ കുറവാണ്. ഈ ചുറ്റോടത്ത് യൂട്യൂബിൽ മറ്റേ വരുന്ന ആൾക്കാർ കുറവാ. അപ്പൊ എനിക്ക് സംശയം നോക്കാനൊന്നും ആൾക്കാരില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇന്ത്യക്കാരെ വീഡിയോ ഉണ്ടാവുമല്ലോ, അത് കണ്ടുകൊണ്ടാണ് ഇതൊക്കെ മോണിറ്റൈസ് ചെയ്തൊക്കെ ഫുള്ള്. അന്ന് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. ഏകദേശം എന്റെ അഭിപ്രായത്തിൽ 1.5-2 കൊല്ലം ഉണ്ടാക്കിയ വീഡിയോ യൂട്യൂബിൽ മാത്രം ഇട്ടിട്ടുണ്ട്. ഈ 2 കൊല്ലത്തിന് ശേഷമാണ് ഫേസ്ബുക്ക് തുടങ്ങിയത്. ഒരു പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരാൾ യൂട്യൂബ് ഒരു സോഷ്യൽ മീഡിയക്ക് വരികയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേര്, അതേ പേര് തന്നെ ഫേസ്ബുക്കിൽ, അതേ പേര് യൂട്യൂബിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? അന്ന് എനിക്ക് 2 കൊല്ലം ഇൻസ്റ്റ പിന്നെ ഇപ്പൊ അവസാനം തുടങ്ങിയിട്ടുള്ളൂ. ഏത് ആദ്യം യൂട്യൂബ് 2 കൊല്ലം, അതിന് ശേഷം ഫേസ്ബുക്ക് തുടങ്ങി ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റ തുടങ്ങുന്നത്. കാരണം എന്താ പറയുക, ഇത് മൊത്തം എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്, മൊത്തം മാനേജ്മെന്റ് ഞാനാണ്. അപ്പൊ എനിക്ക് എല്ലാ ഭാരം പാടെ ഏൽക്കാൻ വയ്യ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞറിയോ, ഇത് എഡിറ്റ് ചെയ്യൊക്കെ ചൊറല്ലേ, വീഡിയോ എടുക്കണം, അഭിനയിക്കണം, കാര്യം നോക്കണം, എല്ലാം ചൊറയില്ലേ. അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്നറിയോ, അന്ന് ഇൻസ്റ്റാഗ്രാം തുടങ്ങാഞ്ഞതാണ്. ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോ കുറെ ആൾക്കാർ ഇന്നെ അറിയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാം കൂടെയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ അക്കൂസൂമി വരാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരു പോലീസുകാരൻ എന്നെ അവിടെ കണ്ടാല് എന്നോട് പറയും, സല്യൂട്ട് അറിയുന്നോട്. എന്താ വെച്ചാൽ മൂപ്പര് നമ്മൾ ഒരു കുറ്റം ചെയ്തോണ്ടല്ലേ, മൂപ്പര് സന്തോഷമാണ്. എന്തിനറിയോ, നമ്മളാ വർക്കൊക്കെ ചെയ്യുന്നോണ്ടുള്ള ഒരു സന്തോഷം. എന്നുണ്ട് കിടക്കിനി വർക്ക് വർത്താനം മാത്രം പോരാ, അല്ല പണി ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഷാറാണ്. കണ്ടിട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലത്തീഫിനെ വിളിച്ചത്. ലത്തീഫ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യം പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. സേഫ്റ്റി കാർ കേട്ടോ, 3 കയറാണ് കിണറ്റിൽ ഇറങ്ങണത്. ഇത് പെർമനന്റ് മരത്തുമ്പോൾ കെട്ടി വരുന്ന കയറ്. ഇത് മൂപ്പർക്ക് കയറാനും അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഈ ഇരിക്കുന്ന വടി ഉണ്ടല്ലോ, ആ വടിക്കാരാണ് ഈ ഡബിള്. ആ കയർ താത്തുമ്പോ മൂപ്പർക്ക് ഒരു സപ്പോർട്ടിന് ഇത് പൂച്ചെടുക്കാം. ഇനി വടിക്കാരന്റെ ആയുസ് പറഞ്ഞ മൂപ്പരെ കാൽമല. അയാള് താത്താൻ പറഞ്ഞാൽ ഇവിടെ നോക്കി മൂപ്പരിങ്ങനെ താത്തു. ഞാൻ താത്താനായാലൊന്ന് പറഞ്ഞോ, ചവിട്ടിക്കാണ്. അപ്പൊ അതിനൊരു ഗ്രാവിറ്റി ഉണ്ട്. ഗ്രാവിറ്റി പറഞ്ഞാല് ഫിസിക്സ് ആണത്. ഇങ്ങോട്ടൊക്കെയാണ് അൽമാറിനെ വളഞ്ഞുകാണ്ട് നേരെ നമ്മൾ ഇങ്ങോട്ടല്ല പിടിച്ചിക്കേണ്ടത്, നേരെ മറി ചേർത്തിക്കാണ്ട് ചവിട്ടി വെച്ചുകൊണ്ട് ഇയാളെ വെയിറ്റ് ഈ കയറ് താങ്ങും. അതിന് മാത്രം കെട്ടില്ല, പക്ഷെ എക്സ്ട്രാ കെട്ടുകളാണ് ഇത് പെർമനന്റ്. അതേപോലെ മൂപ്പരെ ബോഡി കിട്ട കെട്ടാണിത്. ആ കെട്ടൊക്കെ എന്താണ്, ഒരു 4 പടവ് താഴ്ചയിൽ നമ്മൾ കെട്ടിച്ചിട്ടുണ്ട്. വീണാലും ഒന്നും ആവൂല. സേഫ്റ്റി ഇല്ലാത്തൊരു പരിപാടി ഇവിടെ ഇല്ല. സലാമത്തിലാവൂല. ഇനി എന്റെ കഥന്റെ ബാക്കി പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്താ അറിയോ, ഗൾഫ് പോയപ്പോണ്ട് 2ാം നിലന്റെ മോൾക്ക് പൂയി കയറ്റണം. 2ാം നിലന്റെ മോൾക്ക് പൂയി കയറ്റണം. നമ്മളെ നാട്ടിലാണെങ്കിൽ പൂയി എങ്ങനെ കയറ്റിയെന്ന് അറിയോ, എല്ലാവരും ചാക്കിന് കയറ്റും. ഓക്കെ, അവിടെ അങ്ങനെയല്ല. ടൈൽസ് മൊത്തമായിട്ട് വണ്ടിക്ക് വന്നു കഴിഞ്ഞാല് ആ വണ്ടിയിൽ തന്നെ എന്തുണ്ടാവും അറിയോ, ഒരു ക്രെയിൻ ഉണ്ടാവും. ആ ഡ്രൈവർ നേരെ ഡോറൊക്കെ ഇറങ്ങിയിട്ട് ആ ബാക്കിലേക്ക് ഇരിക്കും. ആ ക്രെയിൻ ഓണാക്കിയിട്ട് ആ ടൈൽസിന്റെ പെട്ടി ഇങ്ങനെ ഇറുക്കി പിടിക്കും. ഇത് ജനാലൊന്നും വെച്ചിട്ടുണ്ടാവില്ല, ഒരു ജനാല ഒഴിവാക്കിയിട്ടുണ്ടാവും. ആ ഓട്ടയെ കൂടെ 2ാം നിലയ്ക്ക് നടത്തിക്കും, 3ാം നിലയ്ക്ക് നടത്തിക്കും. ഇതിങ്ങനെ കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നുക. പക്ഷെ അന്നെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമായി. ഇന്റർലോക്ക് ഇല്ലേ, നമ്മളെ കട്ട ഓളോബ്രിക്സ്. ഇതാ താത്ത നോക്കി, ഇതാ ഇവിടെ നോക്കി ചേച്ചി കണ്ടോട്ടെ, എന്താ. ഓക്കെ ഇതാ അടിക്ക് ആള് പോണൊക്കെ എന്താ അപ്പൊ മൂപ്പർക്ക് ഇത് പിടിക്കുക. സംഭവം പരിപാടിയല്ലേ, സംഭവം പരിപാടിയാണ്. കാണുമ്പോൾ നമുക്കൊക്കെ കയറി ഇരിക്കാൻ തോന്നും, പക്ഷെ ഇത് താഴേക്ക് വീഴുമെന്ന് മാത്രമേ പേടിയുള്ളൂ. പിന്നെ കിണറിന്റെ അടിയിൽ വെള്ളം പറ്റി തുടങ്ങിയിട്ട് കഥ പറഞ്ഞപ്പോ 5 കൊല്ലമായിട്ട് സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ഇന്നും ഇത്ര തന്നെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങൾ വിചാരിച്ചാല് നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഈ ലോകം കീഴടക്കാൻ പറ്റും. എനിക്ക് ഗ്യാരണ്ടി പറയാം. കാരണം എന്താ പറയുക, അത്രയും എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ കാര്യത്തിൽ. ഞാൻ ഇതിന്റെ ഫ്യൂച്ചർ കാണുന്ന ആളാ. എന്ത് വിഷയവും ഇവൻ എത്ര കാലം നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്ന് കാണും. എനിക്ക് അത്രയും കഴിവാ. അതാണ് ഇന്റെ മാറ്റം. ഈ നല്ല വാക്ക് പറഞ്ഞതിന് പ്രത്യേകം നന്ദി. ബാക്കി കഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എന്താക്കുന്നത്, അവിടുന്ന് യൂട്യൂബ് തുടങ്ങാൻ കഴിഞ്ഞില്ല. യൂട്യൂബ് തുടങ്ങാൻ സംഭവം സിമ്പിൾ പരിപാടിയാണ്. ഈ മൊബൈൽ വാങ്ങി എല്ലാവർക്കും ഒരു യൂട്യൂബ് ഉണ്ട്. എങ്ങനെ അറിയാം, പ്ലസ് ബട്ടൺ അല്ലേ, അത് നിൽക്കിയ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എനിക്ക് അതുപോലെ അറിയില്ല. ഇനി ഇത് തന്നെ കഷ്ടപ്പെട്ട് എന്റെ മൊബൈലിൽ കുറെ പീസ് എടുത്ത് വെച്ച് പോന്നിനി. അതിന് കാണുമ്പോൾ എനിക്ക് എന്ത് ഓർമ്മയെന്ന് അറിയാം, ഭയങ്കരതാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഇനി ഞങ്ങൾ ഗൾഫിക്ക് പോകുന്നുണ്ട്. എന്തിനെന്നറിയാം, ആ ഫാം ഡ്രോണൊക്കെ കൊണ്ടുപോകും. അതേപോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഫുട്ബോൾ, അവിടുത്തെ സിമെന്റ് കടകൾ, അതേപോലെ അവിടുത്തെ ഈ ടൂൾസിന്റെ കട, തേപ്പ്, പടവ്, ടൈല്, അതന്നെ എങ്ങനെ അറിയാം, ബംഗാളികൾ തേപ്പ് പടവ്, യമനിയാളത്, മിസ്രിയാളത്, സൂര്യാളത്, എല്ലാവരും കാണിക്കും. എല്ലാവരും കമ്പാരിസൺ ആണ്. നമുക്ക് എന്താ വെച്ചാൽ യൂട്യൂബ് കൂടെ നമുക്ക് ലാഭമില്ല. ആ സത്യം കൂടെ പറഞ്ഞുതരാം. യൂട്യൂബിൽ ഫാമിലി ബ്ലോഗ് ഇല്ലേ, ഈ ഫാമിലി ബ്ലോഗ് നടത്തുന്ന ആൾക്കാർക്ക് ലാഭം എന്താ അറിയോ, അവർക്ക് ഉള്ളി മുറിക്കുന്നതും ചാറുണ്ടാക്കണതൊക്കെ ഡെയിലി റുട്ടീനാണ്. വീഡിയോ എന്നെ കിട്ടും. അച്ഛന്മാരെ ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ മീൻകറി ഉണ്ടാക്കുകയാണ്. വീഡിയോ പെട്ടെന്നാവും, പക്ഷെ അത് കണ്ടിരിക്കാൻ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇങ്ങനത്തെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലിപ്പുകൾ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്.
ഉണ്ടോ മൂപ്പര് സേഫ്റ്റി കാറെ വലിച്ചു കയറ്റുന്നത് ഉണ്ടോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കേറാം. ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ നമ്മളെ വർക്കിന്റെ എവിടെ എത്തിയെന്നറിയോ 70 കഴിഞ്ഞ് മുന്നോട്ട് കഴിഞ്ഞ് ഇനി ഡയറക്റ്റ് നേരെ അടി പോയിക്കാണ്ട് എന്തെയ്യുന്നറിയോ വേറെ കാര്യം പാടുണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഓക്സിജൻ ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ പ്രവർത്തനം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ കൈമല് തീ കത്തിച്ചുകാണ്ട് കിണറ്റിനുള്ളിൽ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം. തീ കത്തിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു സംഭവം ഡയറക്റ്റ് പാട്ടയിൽ വെച്ചാൽ ചിലപ്പോ നിൽക്കൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ടൈൽസിന്റെ പൊട്ട് കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. അയിമക്ക് ഇതിന്റെ മൂട്ടില് തീ കൊടുത്തുകാണ്ട് ഉറ്റിച്ചുകാണ്ട് ഇവിടെ ഒട്ടിച്ചുകാണ്ട് ബൊക്കറ്റേക്ക് ഇറക്കി വെക്കാം. അതല്ലേ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ഒട്ടിച്ച് അത് മറിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അതൊക്കെയാണ് നമ്മുടെ ലത്തീഫിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ലത്തീഫ് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് കയറി വെക്കുക. ഇനി 10 മിനിറ്റ് ഇങ്ങനെ പ്രധാനപ്പെട്ട പോയിന്റുകളുള്ളത് സാധനം കിണറ്റിക്ക് വെച്ചിട്ടോ ബൊക്കറ്റിന്റെ ഉള്ളില് സ്റ്റാർട്ടിങ്ങിൽ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ താഴത്തേക്ക് വല്ല വല്ല പോട്ടെ, അതായത് താഴത്തെത്തിയിട്ട് ഇത് കത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ എന്താണ് അതില് എയർ ഉണ്ട് എന്നുള്ളത്. അത് വിട്ടേ അങ്ങനെ ആക്കണ്ട. പോട്ടെ റിസ്ക് എടുക്കാൻ ജീവൻ പറ്റി തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നമ്മള് ഞങ്ങൾ എന്തോ റിസ്കിന് തയ്യാറാണ്. എന്താ അറിയോ, ഇതൊക്കെ നമ്മളൊരു സംഭവം കാണിക്കുമ്പോൾ അതിന്റെ ഭാഗങ്ങളാണിത് അല്ലേ. പടച്ചാൻ അവിടെ വരെ എയർ ഉണ്ട്. ഈ 2 പടവും പാടുള്ളൂ കേട്ടോ, 2-3 പടവും പാടുള്ളൂ. അപ്പൊ എന്തായാലും വെള്ളത്തിൽ മുട്ടി സംഭവം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ കിണറ്റിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഫാനൊന്നും വേണ്ട. ഇനിയിപ്പോ അവിടെ കെട്ടിയിരിക്കുക. എന്താ ചെയ്യാ അറിയോ, ഞങ്ങൾ നേരെ ഇറങ്ങി പോകില്ല, പോയിക്കാണ്ട് റൂമിൽ നിന്ന് ഫാൻ എടുത്തോണ്ടിരും. ഫാന് കറണ്ട് കൊടുത്തുകൊണ്ട് അത് ഓൺ ആക്കിയിട്ട് അടിയിലേക്ക് എത്തിച്ച് അവിടെ കെട്ടി സെറ്റപ്പ് ആക്കി വെക്കും. എന്നിട്ട് ഇറങ്ങുള്ളൂ. അപ്പൊ ഫാനിന്റെ ഒരു കാറ്റുണ്ടാവില്ലേ, അത് നമുക്ക് കിണറ്റത്തെ വിങ്ങൽ ഒഴിവാക്കും ചെയ്യും, നമുക്ക് നല്ലൊരു സൂപ്പർ സുഖം കിട്ടും ചെയ്യും. അതായത് അപ്പൊ എയറായി. യെസ്. അപ്പൊ ഇവിടെ ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് എന്തെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഒന്നിക്കല്ലേ എന്തായാലും പണി സ്പീഡ് വെച്ചിട്ടോ. ഈ മെഴുകുത്തിരിക്ക് പകരം നമ്മൾ ഒഴുക്ക് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ആടി അതിലൊക്കെ കുത്തിയാണ്ടേ ഇതും കണ്ടോ സാധനം. ഈ ഒരു സംഭവം നമുക്ക് അറക്കാൻ ആപ്പാട് 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇതുകൊണ്ട് വലിയ ഉപകാരം, പണിക്കാർക്ക് ധൈര്യത്തോടെ ഇറങ്ങാൻ പറ്റും. അതായത് ഇനി നമ്മുടെ നാട്ടിൽ വരാൻ വേണ്ടി പോണത് വേനൽക്കാലാണ്. സകല വരാത്ത വെള്ളം പറ്റും. ആ സമയത്ത് കിണർ മണി കൂടുതലായി വരുന്നുണ്ട്. അപ്പൊ ഈ കിണറിൽ ഇറങ്ങുന്ന സമയത്ത് പണിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറെ ഉണ്ട്. ചില സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നവരോ പോക്കറ്റ് മണിക്കും വേണ്ടിയിട്ട് ആൾക്കാർ വിളിക്കുമ്പോത്തിനായിട്ട് പോകും. ചിലവർ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ സേഫ്റ്റി എപ്പോഴും നോക്കണം അവനാന്റെ. അപ്പൊ കിണറ്റിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, എയർ ചെക്ക് ചെയ്യുക. എയർ ചെക്ക് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ മെഴുകുത്തിരി ബക്കറ്റിൽ വെച്ചുകൊണ്ട് ഇറക്കി ഈ കിണറ്റിൽ ശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കൂടാതെ തന്നെ കിണറ്റിന്റെ അടിയിൽ ഒരു വിങ്ങലുണ്ടാവും, ശ്വാസം അങ്ങനെ കെട്ടിക്കെടുക്കല്ലേ. അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഓലല്ലേ 2-3 ഓല കൂട്ടി കെട്ടിക്കാണ്ട് ഇതേപോലെ തന്നെ കയർമേൽ അറക്ക താത്ത ഒരേ സമയത്ത് അറക്കം താത്തി പൊന്തി കളിച്ചാല് ആ കെട്ടിക്കണ ഏറക്കണ്ട് ഇളകും. അതേപോലെ നല്ല ഇലയുള്ളൊരു ചുള്ളി വെട്ടുക, അത് കത്തിലും മതി. പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഈ മോട്ടറില്ലേ, മോട്ടർ പുറത്തേക്ക് വെള്ളം ഒഴിവാക്കണത്, ആ വെള്ളം നേരം എന്ത് ചെയ്യുന്നറിയോ ഇതിക്ക് തന്നെ 5 അടിക്കുക. അപ്പം എയർ സർക്കുലേഷൻ സെറ്റായി. അങ്ങനെയൊക്കെ 3 വിധത്തിൽ ചെയ്യാൻ പറ്റും. പല പണി മതി. പക്ഷെ എയർ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് എന്തായാലും മെഴുകുതിരി കത്തിച്ച് ഫസ്റ്റ് നിറക്കി വെക്കുന്ന ഏറ്റവും നല്ലതാണ്. എയർ ഇല്ലാന്നുണ്ടല്ല മെഴുകുതിരി അവിടെ കിടന്ന സമയം കഴിഞ്ഞു. ഓക്കെ അല്ലേ? എന്താ ഉണ്ടെങ്കിൽ അയ്യവാ സൂപ്പറായി. ഇപ്പൊ എന്തായെന്ന് അറിയോ, ഈ വെള്ളം ഇപ്പൊ നമ്മള് കിണറ്റിന്റെ പുറത്തേക്ക് അടിക്കില്ലേ, കിണറ്റിലെ വെള്ളം മാറ്റാൻ വേണ്ടി കാത്തിക്കാണ് ഇപ്പൊ നമ്മള്. ഇപ്പൊ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ, ആ വെള്ളം ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ അടിക്കുകയാണെങ്കിൽ ആ കിണറ്റിന്റെ അടിയിൽ കെട്ടി നിൽക്കുന്ന എയർ മൊത്തമായിട്ട് എന്തായെന്ന് അറിയോ, എയർ സർക്കുലേഷന്റെ റൂട്ട് സെറ്റായി ഉഷാറായി. ഇനി ഇറങ്ങുമ്പോൾ എന്ത് സുഖം ഉണ്ടാവും അറിയോ, ഇത് ചെയ്യാതെ അറിയുകയാണെങ്കിൽ ഒരു വിങ്ങലടിയിൽ എന്തായാലും ഉണ്ടാവും. എന്തായാലും ഈ പറഞ്ഞ പോലെ പൈസക്ക് വേണ്ടി ഇറങ്ങുന്നവരായാലും എങ്ങനെയാലും ശ്രദ്ധിക്കാം. അവനാന്റെ പറഞ്ഞാൽ ഈ പണിക്ക് ഒരു തരികിടല്ലേ, നൂൽമലുള്ള കളികളാ, ജീവിക്കാനുള്ള സംഭവം അന്നദാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ എത്ര കാലമായിട്ട് ഈ പണി ചെയ്യണം, ആരെങ്കിലും നമുക്കൊരു സമ്മാനം തന്നോ, ഇല്ലല്ലോ. ജീവിക്കാനുള്ള കളികളാണിത്. ബാക്കിന്റെ ശിഷ്യനായ സേട്ട് പറഞ്ഞുതരും. സേട്ട് മുഖം മൊത്തിക്കാണ്ട് പറഞ്ഞുതരാ. കാരണം നിങ്ങളെ അഭിപ്രായം പറഞ്ഞോടിക്ക്. ഞങ്ങൾക്ക് വേറെ ലാഭമുണ്ട്. എന്താ അറിയോ, യൂട്യൂബ് കൊണ്ട് നമുക്കുള്ള ഏറ്റവും വലിയ ലാഭം തച്ചിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. നമ്മൾ സിനിമാ നാടൻ ലാലു ലക്സ് ഇല്ലേ, ലാലു ലക്സ് ഡയറക്റ്റ് വിളിച്ചതാണ്. സിനിമാ നാടൻ ലാലു ലക്സ് എറണാകുളത്ത് ഡയറക്റ്റ് വിളിച്ചത് എന്തിനെന്നറിയോ, മൂപ്പരെ വീട്ടിന്റെ മുകളിൽ ഇരുമ്പിന്റെ കൂട്ട് കയറ്റിയിട്ട് ഓടി വിരിച്ചിട്ടുണ്ടായിരുന്നു, അവിടൊക്കെ വെള്ളം ലീക്കാവുക. അപ്പൊ അയാള് ഈ ഗ്രാമത്തിൽ നിൽക്കണ എന്നെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവൂലേ. അപ്പൊ ഞാൻ വെച്ചു സാറേ നിങ്ങളെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ആ ഓടി വിരിച്ച ആൾക്കാരുണ്ടാവില്ല വെച്ച പോലെ എന്താ പറഞ്ഞറിയോ, വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ, നമ്മൾ വന്നാല് അതിന് പൂർണ്ണമായിട്ടും ഒരു ഷിഫ കിട്ടുന്നവർക്ക് അറിയാം. ഞാൻ ഡോക്ടർ, ഐ ആം എ ഡോക്ടർ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ്. ഞാൻ ഡോക്ടറാണ്, നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത നോക്കണ്ട. കാരണം എന്താ അറിയോ,
നമ്മൾ എത്രമാതിരി ആൾക്കാരാണ് സാറ്റിസ്ഫൈഡ് ആക്കി കൊടുക്കുന്നത്. ഓരോ ഞാൻ പണിയെടുക്കുമ്പോൾ ഒരു ഫോൺ വരും, ഫോൺ നിൽക്കാതെ വന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം നോക്കിയപ്പോണ്ട് ഒരാളാണ്, മൂപ്പര് ബോംബെയിലാണ് പണി ചെയ്യുന്നത്. മൂപ്പര് നാട് വടകരയാണ്. അപ്പൊ അയാൾ പറയാണ്, മോനെ കരിപ്പൂരിന്ന് വിമാനം കയറിയാണ്ട് കണ്ണൂർക്ക് ചെല്ലുക, എന്നിട്ട് ഞാൻ ലൊക്കേഷൻ വിട്ടത് അവിടുന്ന് ഒരു ഇന്നോവ എന്തും വിളിച്ചിട്ടാലും മണ്ടിയിൽ എന്റെ വീട്ടിൽ പോകാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ സാറോ വെച്ച്, മോനെ അച്ഛന് ടെൻഷനാണ്. എന്താ സംഭവിച്ചാല് പെരന്റെ ഒരു വീടുണ്ടാക്കി മോൾക്ക്. അപ്പൊ ഈ മൂല നിൽക്കുന്നത് ഈ എന്താണ് കിണറിന്റെ മോൾ കൂടെ നല്ലൊരു ഭീം കൊടുത്തിരുന്നു. ഇനി 2 നില കയറ്റിക്കണ്, ഭീമിന്റെ മോള് 2 നില കയറിക്കണ്, തേച്ചിട്ടില്ല. ഇപ്പൊ ഉണ്ട് ചുമരിന് നല്ലൊരു ക്രാക്ക്. അപ്പൊ ആരോ പറഞ്ഞ് ഈ ഭീം ഇരുന്നിക്കണെന്നുള്ളത്. അങ്ങനെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് 11 മണിയുണ്ട്, നമ്മൾ ഇപ്പൊ അങ്ങോട്ട് വരാം വടകരേക്ക്. ഞങ്ങളെ 3 ആളെ കൂലി ചെയ്ത് വെച്ച്, നമ്മൾ ഓവർന്ന് വെച്ചില്ല, നമുക്ക് ടൂർ പോലെ. കാരണം ഇപ്പൊ NH66 ഭാഗമായിട്ട് റോഡൊക്കെ തുറന്നു കൊടുത്തിട്ടാണല്ലോ, കോഴിക്കോട് വരെ പറത്തിപ്പോ. അപ്പൊ അയാൾ അവിടെ സ്ഥലം തരാം, വെള്ളിക്കുളങ്ങര ആവാത്താണ്. നമ്മൾ പോയപ്പോ മൂപ്പര അച്ഛന് സമാധാനം കൊടുത്ത നമ്മള്. അയാൾക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ പറഞ്ഞ കാരണം നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ 3 ലോഡ് കല്ലറക്കി എല്ലാ ഐഡിയും പറഞ്ഞു കൊടുത്തു. ഇതന്നെയാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ, പെർമനന്റ് സൊല്യൂഷനാണ്. ഒരു കിണർ മൂടാൻ നിൽക്കുക, ഈ കിണറിന്റെ അൾമാറ പൊളിച്ചിട്ട് ലോറിയിൽ നേരെ മറ്റേ സ്ലെറിയോ ഒരു പൗഡർ ഉണ്ടല്ലോ അത് കൊണ്ട് തട്ടി നിറയ്ക്കാൻ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കിണർ ഒടിച്ച് ഈ പെരക്ക് നീ കിണർ വേണ്ടായിരുന്നു, കൊയല് തിന്നറാ. അയാൾ പറഞ്ഞു കൊയല് തിന്നറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കാരണം കൊയലും ഈ കിണറും തമ്മിലുള്ള വ്യത്യാസം അറിയാമെങ്കിൽ കൊയലത്തെ വെള്ളം എത്രയായാലും ഇതിന്റെ പെർഫെക്ഷൻ കിട്ടൂല, നിങ്ങൾക്ക് സൊല്യൂഷൻ എന്നാ പോലെ വെച്ച്. അങ്ങനെ ഞാൻ മൂപ്പയോട് പറഞ്ഞു, ഈ കിണർ ആപ്പാടെ 2 ആൾ അയച്ചോളൂ. ഞാൻ വിചാരിച്ചൊരു ഇവിടത്തൊക്കെ താഴ്ചണ്ടാവും വിചാരിച്ചു, 2 ആൾ അയച്ച. അപ്പൊ എന്താ പണി അറിയോ, കിണറിന്റെ അടിയിൽ പാറയാണല്ലോ, നമ്മൾ ആ പാറമെന്ന് വീണ്ടും ഒരു കെട്ട് പുതിയത് ഉള്ളിൽ നിന്ന് കെട്ടി റൗണ്ട് കുറച്ച് കുറയുന്നുള്ളൂ, ഇതേപോലത്തെ കെട്ടി കൊണ്ടിട്ട് ഈ ബീമിൽ ടൈറ്റ് ആക്കും. പിന്നെ ആ പൊളിഞ്ഞ കല്ലുണ്ടല്ലോ ക്രാക്കായ ആ കല്ല് ഊരികാണ്ട് ഐറ്റിങ്ങനെ കിട്ടും, തേച്ചോളി ഗ്യാരണ്ടി ഞാൻ തരാറുണ്ട്. അങ്ങനെ മൂപ്പർക്ക് സമാധാനമായി. മൂപ്പർ അവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയിക്കാണ്ട് എന്താ വേണ്ടിയത് തിന്നും ചെയ്ത് എല്ലാവർക്കും പൈസ തന്ന്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരുന്നെന്ന് അറിയാമെങ്കിൽ യൂട്യൂബ് കൊണ്ടാണ്. ഞാൻ എന്റെ നമ്പർ കൊടുക്കാതെ അയാൾ എന്റെ നമ്പർ എവിടുന്നോ ഒപ്പിച്ചാണ് തന്നെ. പിന്നെ എന്റെ അനുഭവം, എനിക്ക് മലേഷ്യക്ക് ചാൻസ് കിട്ടി, ഇന്തോനേഷ്യക്ക് ചാൻസ് കിട്ടി, ചൈനക്ക് ചാൻസ് കിട്ടി. ചൈനയിലൊക്കെ എന്തിനാണ് സെറാമിക് കോഡ് കമ്പനിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റാണ് ചൈന. അപ്പൊ ചൈനയെ കൊണ്ടുപോയിട്ട് കമ്പനിയിൽ നിന്ന് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മാസം ടൂറ്. പിന്നെ അന്തമാനക്ക് ഇഷ്ടംപോലെ ചാൻസ്. ഞാൻ ഇന്ന് വരെ ഒടുക്കും പോയില്ല, കാരണം എനിക്ക് ടൂർ പോകണമെന്ന് ഇഷ്ടമില്ല. കാരണം എന്റെ ഏർപ്പാടിന് ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒടുക്കും പോകത്താണ്. ഞാൻ ഈ പ്രൊമോഷനൊക്കെ ചെയ്ത് ഈ ടൂറുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നടക്കുകയാണെങ്കിൽ ഞാൻ വലിയൊരു കോടീശ്വരനാവേണ്ട ആളാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഒറ്റയ്ക്ക് കോടീശ്വരനാവാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ല. ഞാൻ എന്റെ വിലപ്പെട്ട സമയം, എഡിറ്റിങ്ങിന്റെ സമയമാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നടക്കണത്. അപ്പോൾ ഞാൻ ആലോചിക്കണം, എന്താ പറയുക, നമ്മളെ പണിക്കാരെ സേഫ്റ്റി. ഓർക്ക് എനിക്ക് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ, ഇവർക്ക് ഡെയിലി പണി കൊടുക്കുമ്പോൾ പടച്ചോൻ മാത്രം നമുക്ക് കൂലി കിട്ടും. മതം ഏതായിക്കോട്ടെ, എന്നാലും നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, നമുക്കൊരാളെയും പറ്റിക്കാറ്റില്ല. അപ്പൊ ഞാൻ ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ഈ പണി 5-6 വട്ടം എയിമാക്കി കൊടുത്തിക്കുകയാണെങ്കിൽ പിന്നെ ഇവരെ കാസർഗോഡ്ക്ക് ഞാൻ വിടും, തിരുവനന്തപുരത്ത് വിടും, ഓടിയും പോയി ചെയ്യാതെ. അത്രയും മറക്കാ. ഈ ഡോക്ടർമാരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇതേപോലെ 4 പടകിനൊക്കെ പുല്ല്. അപ്പൊ ഡോക്ടർമാർക്ക് പേടിയാ അത് കാണുമ്പോൾ, ഞാൻ മരിച്ചു പോകുന്നത്. കാരണം ഡോക്ടർമാരില്ലേ, ഇന്നാളെ ഇക്കറയത്തെ ഡോക്ടറെ വീട്ടില് അയാളെ പണി എന്താ അറിയോ, ഓപ്പറേഷൻ ചെയ്ത പണി. അയാൾക്ക് എന്താ പേടിയെന്ന് അറിയോ, ഈ പുല്ല് മൊത്തം ഉണങ്ങിയിട്ട് ഇതിക്ക് വീഴാണ്. അപ്പൊ വിഷപ്പുല്ലാണ് പറഞ്ഞിട്ട് അയാളിനെ വിളിച്ച് നമുക്ക് പറഞ്ഞ പൈസ കിട്ടും. കാരണം എന്താണ്, ഓൾക്ക് നമ്മൾ ആവശ്യക്കാരനാണ്, നമ്മൾ ആരും പറ്റിക്കണ്ടോ, നമ്മളെ കൂലി വാങ്ങണുള്ളൂ. എനിക്ക് ഇന്ന് ഈ വർക്കുകൾ യൂട്യൂബിൽ വെച്ചുകൊണ്ട് ഒരു കോൺട്രാക്ടിങ് കമ്പനി ആക്കുകയാണെങ്കിൽ ഞാൻ കോടീശ്വരന്, യൂട്യൂബിൽ വരുമാനം ഇല്ലാതെ കോടീശ്വരനാവാം. ഒരു വണ്ടി എടുത്ത് 10 പണിക്കാരെ കൂട്ടിയിട്ട് ആ സൈറ്റിൽ 4 ആൾക്കാർ, ഇവിടെ 4 ആൾക്കാർ, ഈ ഒരു വർക്ക് 400 രൂപ എടുത്തിട്ട് ബാക്കി ഇവർക്ക് കൂലി കൊടുത്താൽ കിട്ടൂലേ? ഇഷ്ടം പോലെ ഇല്ലേ? ഞാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്ന് അറിയോ, നമുക്ക് എന്താ ആവശ്യം, നമ്മൾ മരിച്ചു പോകാനല്ലേ. നമ്മൾ മരിച്ചാലും ആൾക്കാർ പറയുന്ന ചെക്കനുണ്ടല്ലോ മിയാനി എന്നുള്ളത്. പിന്നെ ഞാൻ ലാഭം കേട്ടോ, ഞാൻ സമ്പാദിച്ച ഏറ്റവും വലിയ ലാഭം എന്താ അറിയോ, ഞാൻ ഒരുപാട് പൈസ സമ്പാദിച്ചിനി. ഞാൻ അത്ര പേരുണ്ടാക്കി കൊടുത്തറിയാം. ഞാൻ യൂട്യൂബിൽ ആരോടെങ്കിലും പറയണോ, ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് വരാണ്, ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് വരാണെന്ന് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് എങ്ങനെ കൂടെ കുറേ ദിവസം വന്നു നോക്കാം പറയാം. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് കൈകളുണ്ട്. ഇന്നാളെ കിണറിലൊരു ഇടിഞ്ഞു വീണ് മരിച്ചു വെച്ചല്ലാരും, ആ പെരേത്ത ആൾക്കാർക്ക് നോളിച്ച് മരിച്ചു വെച്ചിട്ട് കിണറിന്റെ മുകളിലത്തെ സ്റ്റേജ് പൊട്ടി കിണറ്റിന്റെ അടിയിൽ പോയി. എല്ലാവരും നോളിച്ച്. ക്യാമറമാൻ ക്യാമറ ഓഫാക്കി, ഓൻ അവസാനത്തെ രംഗാച്ചിട്ട് ക്യാമറ ഓഫാക്കി. ഓന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ ഇവിടെ ഇടിഞ്ഞു വീണ് ഓൻ ക്യാമറ ഓഫാക്കി. കാരണം അവസാനം രംഗം എടുക്കണ ഓനക്ക് കണ്ടിക്കള മനസ്സുണ്ടായില്ല. അങ്ങനെ ഓന്താക്കിയാരോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മറ്റോനെ. അപ്പൊ അവിടുത്തെ എനിക്കൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ അറിയോ, നമ്മൾ ഈ പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, മറ്റുള്ളവരൊക്കെ ഉൾപ്പെടുത്തി ഓരോടൊക്കെ പോലെ അവസ്ഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചുറ്റുഭാഗത്തൊക്കെ മനസ്സിലാക്കി എല്ലാവരോടും ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ എന്താ ലാഭം അറിയോ, നമുക്ക് പഠിത്തം നല്ല വർക്ക് തരും. നമ്മളെ കാര്യം, നമ്മളെ കോമ്പൗണ്ട്, നമ്മളെ കാറ്, നമ്മളെ മക്കള് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അതൊരു ജീവിതമല്ല, സെൽഫിഷ് ജീവിതമാണ്. ഞാൻ നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു വയസ്സിനെ കണ്ട് അയാളെ വണ്ടിമേ കയറ്റും. ചിലപ്പോൾ അയാൾ കൊടുത്തോ ആളോ എനിക്കറിയില്ല. ഗീതലങ്ങാടിക്ക് പോകുന്ന ആളാണെങ്കിൽ ഞാൻ മുമ്പോട്ട് ചോദിക്കും, കാരണം എന്താ പാട്, വയസ്സായി, സൊക്കട് ഉണ്ടോ? അപ്പൊ പറയും മരുന്ന് വാങ്ങാൻ തന്നെ കായില്ല. എന്റെ ഗീത പൈസ ഞാൻ അപ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ അങ്ങാടി പോയിട്ട് മൂർച്ചിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. അതാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഈ ലെവലിലെത്തിയത്. എന്റെ ലക്ഷ്യം പൈസ മാത്രമാണെങ്കിലും ഉണ്ടല്ലോ, ഇന്ന് ഞാൻ ആരാന്ന് പറയാമെങ്കിൽ ഞാൻ കോടീശ്വരൻ. ഇന്ന് വരെ കാറ് വാങ്ങിയില്ല. കാറ് വാങ്ങാൻ
പൂതിയില്ലാണ്ട പൂതിയില്ലാണ്ടല്ല, എനിക്ക് റെഡി കാശിനല്ല ഒരു അടവിനാണെങ്കിലും എനിക്ക് വരുമാനമൊക്കെ ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ വരുമാനം കിട്ടുന്നതിന്റെ ഇരട്ടി ആൾക്കാരെ സഹായിച്ചു ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ സത്യം പറയാം, ഒരു പെര വാങ്ങി എല്ലാവരും എന്താ അറിയോ, പെര എടുത്ത് സ്ഥലം വാങ്ങി ഉടക്കോ 10 സെന്റ് സ്ഥലം വാങ്ങി എന്നൊക്കെ പറയും. ഞാൻ ഒന്നും വാങ്ങിയില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങി, എനിക്കിപ്പോ ലാഭം എന്താ അറിയോ, കുറെ എക്യുപ്മെന്റ്സ് ആയി, കുറെ ബന്ധങ്ങളായി, കുറെ പണികളായി. ഓക്കെ, ഇനി നമുക്ക് യൂട്യൂബ് ഇല്ലെങ്കിലും നമ്മളെ വീഡിയോ കൂടെ ജീവിക്കാൻ കഴിയുന്നല്ലേ മനസ്സിലാക്കി. എങ്ങനെയാണെന്നറിയോ, നമ്മൾ എന്റെ നമ്പർ വീഡിയോ കൊടുത്താൽ 1000 പണി വരും. പണ്ടൊക്കെ നമ്മൾ ഈ നാട്ടിൽ എങ്ങനെയാണെന്നറിയോ, ആൾക്കാർ വിളിക്കും പണിക്ക് പോയിട്ട്, നമ്മളിപ്പോ 5 മണി വരെ പണി എടുത്തിട്ടും പണിക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്താ നമ്മൾ കള്ളനായി, ഒരു 100 പേരെ വാങ്ങിയ കള്ളനായി, 2 മണിക്ക് നിർത്തിയ കള്ളനായി. ആ കാലഘട്ടത്തിൽ അതൊക്കെ മാറ്റം വന്നത്. അതായത് ഇപ്പൊ എനിക്ക് ഈ അങ്ങാടിത്തെ പണി വേണ്ട, വിട്ട കളിയാ, പുറത്തുനിന്നുള്ള പണികൾ വന്നു. അല്ല, അതിലും ഞങ്ങൾ എല്ലാവരും നോക്കി കാണുന്ന ഒരു കാര്യമാണ്, ഇത്രയും മില്യൺ സബ്സ്ക്രൈബേഴ്സിന് മേലെയാണ് നമ്മൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ആണെങ്കിലും മില്യൺസിന് മേലെയാണ്. പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ വീഡിയോ അങ്ങനെ കാര്യങ്ങളിൽ ഒന്നും നമ്മളെ ലത്തിഫായി പോകുന്നില്ല. പ്രൊമോഷനൊക്കെ നല്ല കായിട്ടു. ഇന്നെ എത്ര ആൾക്കാരെ വിളിക്കുന്നു അറിയോ, ഞാൻ ആൾക്കാരെ പ്രൊമോഷൻ ഇന്ന് വരാൻ നാളെ വരാന്ന് പറ്റിക്കും. വരാന്നൊരു മസ്റ്റ് ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കും. പിന്നെ ആ 4 ദിവസം ആ നേരത്തേക്ക് പേടിയാവും, പഠിച്ചവനെ ഞാൻ അവിടെ പോകണല്ലോ എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടത്തിന്റെ തൊഴിലാ ഈ പണി. ഈ പണി എടുത്തുകൊണ്ട് ഉണ്ടാക്കണ വീഡിയോ. ഇന്ന് ഈ ഒരു മേഖലയിൽ ഇത്രയും എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരാള് ഇതുപോലെ എന്താ പറയാ കാറുമില്ല, ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്കും പോണില്ല, ഒന്നും ഇല്ലാതെ പോകുന്നത് വളരെ കുറവാണ്. നമ്മൾ വിചാരിക്കാത്ത കുറെ സാധനം വാങ്ങിക്കൂട്ടി. ഇപ്പൊ ഡ്രോൺ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഒരു കാലത്ത് ഈ സ്റ്റുഡിയോക്കാരുണ്ടാവുമല്ലോ, ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന, കല്യാണ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ അടുത്ത് ഓഡിറ്റോറിയത്തിലൊക്കെ മാത്രം പറപ്പിക്കുള്ളൂ. അതൊക്കെ നമ്മൾ കണ്ടുനിന്ന് പോയിന് ആൾക്കാരെ. ഇന്ന് ഈ കാണുന്ന ജനങ്ങൾക്ക് ഇന്ന് ആ ഡ്രോൺ സ്വന്തമായിട്ട് ഇവർക്ക് ഇപ്പൊ ഡ്രോൺ കാണാനും പറത്താനും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊടുക്കാൻ തയ്യാറാണ്. ഓന്റെ ആഗ്രഹം സഫലമായിക്കോട്ടെ വെച്ചിട്ട്. പക്ഷെ ഓല് കൊടുക്കുവോ? ഡ്രോണിന്റെ വില നഷ്ടപ്പെടുത്തിയ ആള് ഞാനാ. ഡ്രോൺ കക്കൂസ് പോയി ഇറക്കി 2 ലക്ഷം റുപ്യ വരുന്ന ഡ്രോണിനൊക്കെ, പുതിയ ഡ്രോൺ എത്രയോ ആൾക്കാർ ആഗ്രഹം സ്വന്തമായിട്ട് വാങ്ങാൻ പൂതി വെക്കുന്ന ആ ഡ്രോണിനെ നിറഞ്ഞു നിൽക്കുന്ന കക്കൂസ് പോയിക്കണ്ട ഇറക്കിയിട്ട് അതിൽ ഇങ്ങനെ പറത്തി ഞാന്. അപ്പൊ ആൾക്കാർ പറഞ്ഞ്, എടാ നായി എനിക്ക് ഉൾപ്പുണ്ടടാ, അത്ര നല്ലൊരു സാധനത്തിനെ കക്കൂസ് പോയി ഇറക്കില്ലേ, ഇജ്ജ് എന്ത് മനുഷ്യനാണൊക്കെ എന്നെ കുറെ ആൾക്കാർ തെറി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞറിയോ, ഇതിനൊക്കെ എത്ര വില കാണാൻ പാടുന്നു. ഇപ്പൊ NH-ന്റെ വീഡിയോ എടുത്തില്ലേ, ഈ NH-ന്റെ വീഡിയോ എന്ന് പറഞ്ഞാല് രാമനാട്ടുകര തൊട്ടിട്ട് വളാഞ്ചേരി വരെ 70 കിലോമീറ്റർ എന്റെ അഭിപ്രായത്തിൽ ഏകദേശം. ആ 70 കിലോമീറ്റർ ഒറ്റയടിക്ക് ഡ്രോൺ വെച്ച് പറത്തണമെങ്കിൽ ഇതിന്റെ പേര് റെക്കോർഡാണ്. ഡ്രോൺ ഉണ്ടായിട്ട് പോലും NH-ന്റെ വീഡിയോ സ്ട്രൈറ്റ് കാണിച്ചു കാണിച്ചു തരില്ല. ഓലെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് പുതിയാപ്പിള വരുന്ന ക്ലിപ്പ് മാത്രം എടുക്കും, അതിന് 10-20 മുപ്പത്തി വാങ്ങും ചെയ്യും. ഒരു പറ്റിക്കൽ മേഖലയാണ് ഒക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, ഇഷ്ടം പോലെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യം. ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഉള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ അതിശയപൂർവ്വം നോക്കി കാണേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മളോട് ഈ ജീവിതകഥയും അതോടൊപ്പം അനുഭവങ്ങളും പങ്കുവെച്ച ലത്തീഫിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ വീഡിയോ വലുതായതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. പാർട്ട് 3 എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും.